അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജുമ്മമാരും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഇഹ്റാം കെട്ടിയിട്ട് മിനയിലേക്ക് പോകുന്ന സമയമാണ്. പരിശുദ്ധ ഹജ്ജ് ദുൽഹജ്ജ് 8 രാത്രി ഹാജിമാർ മുഴുവനും മിനയിൽ രാപ്പാർക്കും. മിന എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മിനയെ പറ്റി പറയുമ്പോൾ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു, മിന എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം പോലെയാണ്. എത്ര ഹാജിമാർ വന്നാലും ഉൾക്കൊള്ളും മിന. കൂടാരങ്ങളുടെ താഴ്വരയാണ് മിന. വർത്തമാന കാലഘട്ടത്തിൽ 2026 ഹജ്ജിന്റെ സമയത്ത് ഹാജിമാർ 20 ലക്ഷത്തോളം വരുന്ന ഹാജിമാരെ എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി അതിനൂതനമായ സംവിധാനങ്ങൾ, AC എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ, ഇരിക്കാനും കിടക്കാനും ഉതകുന്ന നല്ല ഉതകുന്ന ബെഡ്, എല്ലാ സംവിധാനങ്ങളും സൗദി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. പ്രിയമുള്ള ഹാജിമാര് ഹജ്ജുമ്മമാരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മിനയെ പറ്റി മനസ്സിലാക്കണം. മസ്ജിദുൽ ഖൈഫ് എന്നൊരു പള്ളിയുണ്ട് മിനയിൽ. 70ഓളം അമ്പിയാക്കന്മാർ നിസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. 70ഓളം അമ്പിയാക്കന്മാരുടെ ഖബറുകളും ആ പരിസരത്തുണ്ടെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നിസ്കരിച്ച, ധാരാളം നോമ്പ് നോറ്റ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് മിന. ദുൽഹജ്ജ് 8 രാത്രി അവൻ മിനയിൽ രാപാർക്കുമെങ്കിൽ അവൻ ജംറത്തുൽ അഖബയിലെല്ലാം കല്ലെറിഞ്ഞ് തവാഫെല്ലാം ചെയ്ത് വീണ്ടും ദുൽഹജ്ജ് 10 മടങ്ങി വരുന്നത് മിനയിലേക്കാണ്. പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിനരാത്രങ്ങൾ മിനയിലാണ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ താമസിക്കുന്നത്. ഒരു ഹാജി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മിനയാണ്. ഇത് അള്ളാഹു തെരഞ്ഞെടുത്തതാണല്ലോ. മിനയ്ക്ക് ഒരുപാട് സവിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ഖുർആന്റെ ഈ സൂറത്തുകൾ, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസർ ഇറങ്ങിയത് ഈ പരിശുദ്ധ മിനയിൽ വെച്ചിട്ടാണ്. ഇന്ന അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്, കൗസർ നൽകിയിട്ടുണ്ട്. കൗസർ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറിൽ ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഹൗദുൽ കൗസറാവാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത നുബുവത്ത് എന്ന പദവിയാവാം, അവിടുത്തെ അസ്വാജ്, ഔലാദ്, അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസാത്തുകൾ, അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞ ആ മിനയിൽ വെച്ച് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചോദിക്കേണ്ട സന്ദർഭമാണ്. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേണ്ട ഇടമാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മിനാത്തമ്പിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഹാജിമാരായ സഹോദരൻ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഒരു ഖബർ ജീവിതം ഓർക്കണം. ഒന്ന് തിരിയാനും പിരിയാനും കഴിയാത്ത തമ്പിന്റെ ഉള്ളിൽ അവനിക്കുതകുന്ന ഒരൊറ്റ ചെറിയ ബെഡിന്റെ ഉള്ളിൽ അവൻ കിടക്കുമ്പോൾ, ബെഡും തമ്പുകളും ഒന്നുമില്ലാത്ത ആറടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഖബറിനെ കുറിച്ച് മിനയിൽ വെച്ചൊരു ഹാജി ഓർക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭാഷണത്തിന്റെ ഇടയിൽ മിനയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, തമന്നൽ ജന്ന, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, തമന്നൽ ജന്ന, അതെ ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ജിബ്രീൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് മിന. അതുകൊണ്ടാണ് മിന എന്ന് പേര് വരാനുള്ള കാരണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ധാരാളം സ്വർഗം ചോദിക്കണം. ഒരുപാട് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് മിന. അള്ളാഹുവിന്റെ അടയാളങ്ങൾപ്പെട്ട മഹത്തരമായ അടയാളമാണ് മിന. അതുകൊണ്ട് സഹോദരങ്ങളെ, മിനയിൽ വെച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ഓതി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് തന്നെ മിനയിൽ കഴിയണം. മിന എന്ന് പറയുന്നത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ധാരാളം ദിക്റുകളിലും സ്വലാത്തുകളിലുമായി മിനയിൽ അവൻ കഴിയണം. ഒരുപാട് അറവ നടത്തപ്പെടുന്ന സ്ഥലമാണ് മിന. അതുകൊണ്ട് തന്നെയാണ് മിനയ്ക്ക് അങ്ങനെ പേര് വന്നതെന്ന് പറയപ്പെടുന്ന മഹാന്മാരുമുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മസ്ജിദുൽ ഖൈഫ് ഉള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട മിന ജംറത്തുൽ അഖബ മുതൽ വാദി മുഹസ്സർ വരെയുള്ള സ്ഥലത്തിന്റെ ഇടയിലാണ് മിന എന്ന താഴ്വാരം. മിന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗർഭപാത്രം പോലെയാണ് മിന. എത്ര ഹാജിമാര് വന്നാലും ഉൾക്കൊള്ളുന്ന ആ ചെറിയൊരു സ്ഥലം പോലെ നമുക്ക് തോന്നുമെങ്കിലും ലക്ഷക്കണക്കിന് ഹാജിമാര് വന്നാലും ആ ഹാജിമാരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗർഭപാത്രം പോലെയാണ്. ഗർഭപാത്രം അങ്ങനെയാണല്ലോ, ഒരു കുഞ്ഞു വന്ന കുഞ്ഞു വളർന്ന് വികസിക്കും തോറും ആ ഗർഭപാത്രം വികസിക്കും. അതുപോലെയാണ് മിനയിൽ ഹാജിമാരിങ്ങനെ വരും തോറും മിന ഇങ്ങനെ അറിയാതെ വികസിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, പർവ്വതങ്ങൾക്കിടയിലുള്ള മിന, ആ മിനയുടെ താഴ്വാരത്ത് ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജ്അൽ ഹജ്ജ ഹുജ്ജാജിന ഹജ്ജൻ മബ്റൂറ. അല്ലാഹു ഈ വർഷം ഹജ്ജിന് പോയി മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും
നീ മഖബൂലാക്കണേ അല്ലാ. വർത്തമാന കാലഘട്ടത്തിൽ സൗദി ഗവൺമെന്റ് മാഷാ അല്ലാ വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷനുള്ള നല്ല തമ്പുകൾ, നല്ല വൃത്തിയുള്ള നല്ല വിരിപ്പുകൾ വിരിച്ചുകൊണ്ട്, നല്ല ജിപ്സം ബോർഡ് വർക്കൊക്കെ ചെയ്ത് ഒരു ചൂടൊന്നും ഏൽക്കാത്ത നിലയിൽ എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ, ഇരിക്കാനും കിടക്കാനും ഉതകുന്ന നല്ല മെത്തകൾ ഹാജിമാർക്ക് സംവിധാനിച്ചുകൊണ്ട് സൗദി ഗവൺമെന്റ് ഇൻഷാ അല്ലാ തയ്യാറായിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. മിനയിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും അള്ളാഹു മഖബൂലാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കും എല്ലാവർക്കും അവിടെ ഹജ്ജിനായി ഉംറയ്ക്കായി പലയാവർത്തി എത്തപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മിന കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9 രാവിലെ അറഫയിലേക്ക് ഹാജിമാര് പോവും. അറഫയെ പറ്റി നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.